നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത വെറൈറ്റി റൈസ് പുളിച്ചോറാണ്, അല്ലെങ്കിൽ ടാമറിൻഡ് റൈസ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ചോറ്, കടുക്, കറുത്ത എള്ള്, കുരുമുളകാണ്, ഇത് വെന്തയം, ഇത് കപ്പലണ്ടി, കടലപ്പരിപ്പ്, പുളി ഞാൻ വെള്ളത്തിലിട്ട് ഒരു നെല്ലിക്ക, ഒരു ചെറിയ നെല്ലിക്കൻ്റെ വലിപ്പത്തിലുള്ള പുളി വന്നിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടി. പിന്നെ ഈ ഡിഷിന് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഇട്ടാൽ നമുക്ക് ഈ ഡിഷിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. നല്ലെണ്ണ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഷ് എങ്ങനെ ചെയ്യണം. പാത്രം വെച്ച് എണ്ണ ഇടാണ്ട് 4 ചേരുവ ഞാൻ വന്നിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. അതിന് ആദ്യം വേണ്ടത് ഒരു 2 സ്പൂൺ ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട് കടുക്. ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 4 ചേരുവ ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കും. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് മാറ്റാം. ഇനി അടുത്തത് 2 സ്പൂൺ കറുത്ത എള്ള്. എള്ളുമായിട്ടുണ്ട്. അപ്പം ഞാൻ എള്ളും മാറ്റാൻ പോകും. അടുത്ത് 2 സ്പൂൺ കുരുമുളക്. അതും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഞാൻ വെക്കാൻ പോകും. കുരുമുളകിൻ്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കടുകും കറുത്ത എള്ളും പൊട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മാറ്റി വെച്ചാൽ ഇത് ഒരു മണം വരുമ്പോഴേക്കും ഞാൻ മാറ്റി. ഇനി അടുത്തത് ഒരു 1/2 സ്പൂണ് വെന്തയം. ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചേക്കുന്നതാണ്. പാൻ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടും. ഇതും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 4 ചേരുവയും കൂടി പൊടിച്ച് പൗഡറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ടാമറിൻഡ് റൈസ് ഉണ്ടാക്കാൻ. ആദ്യം നമുക്ക് വന്നിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി പാത്രം ചൂടായതിന് ശേഷം ഞാൻ ഇതിനകത്ത് നല്ലെണ്ണ ഇടണം. നല്ലെണ്ണ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യും. പക്ഷേ നല്ലെണ്ണയാണ് ടേസ്റ്റ് കൂടുതലും.
എണ്ണ ചൂടായതിന് ശേഷം ഞാനിതിൻ്റെ അകത്ത് കുറച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് നമ്മൾ വെച്ചേക്കണ കപ്പലണ്ടി, ഒരു പച്ചമുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. എരിവ് കുറവാണെങ്കിൽ അത്രയും ചേർക്കാം. എല്ലാം ചേർത്തു. കുറച്ച് കറിവേപ്പില, ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി. എരിവ് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ആ മിശ്രിതത്തിൽ പൗഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുരുമുളക് പൊടി. ഇത് ജസ്റ്റ് കളർ കൊടുക്കാൻ വേണ്ടി മാത്രം. ഇനി ഇതൊന്ന് പുളിവെള്ളത്തിൻ്റെ പച്ചമണം മാറി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഒഴിച്ച പുളിവെള്ളം എല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിന്ന് ഈ ഡിഷിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ നമ്മളിവിടെ പൊടിച്ച് വെച്ചേക്കണ ആ പൗഡർ, അത് എത്രയും വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. കായപ്പൊടി ഇട്ടായിരുന്നു, പിന്നെ ഈ ഡിഷിന് ആവശ്യമുള്ള ഉപ്പിട്ടായിരുന്നു. ഇനി അവസാനമായിട്ട് ഞാൻ ചോറ് ഇടാൻ പോകും. മിക്സിന് ശേഷം നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടാമറിൻഡ് റൈസ് അഥവാ പുളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി കാണിക്കും. പുളിച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ടാമറിൻഡ് റൈസ് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അച്ചാറിൻ്റെ കൂടെ തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.